നമസ്കാരം. വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തെ തുടർന്ന് കേരളത്തിൽ നിറഞ്ഞത് വയലൻസ് സിനിമകളെ കുറിച്ചുള്ള ചർച്ചയായിരുന്നു. ഇപ്പോഴിതാ ഇതിന് പിന്നാലെ മാർക്കോ ചിത്രത്തിന് വമ്പൻ തിരിച്ചടി കിട്ടിയിരിക്കുകയാണ്. തിയേറ്ററുകളിൽ വൻ വിജയം നേടിയ ഉണ്ണി മുകുന്ദൻ ചിത്രം മാർക്കോ ടെലിവിഷനിലേക്ക് എത്തില്ല. സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷനാണ് മാർക്കോയ്ക്ക് പ്രദർശനാനുമതി നിഷേധിച്ചിരിക്കുന്നത്. ലോവർ കാറ്റഗറി മാറ്റത്തിനുള്ള അപേക്ഷ CBFC നിഷേധിക്കുകയായിരുന്നു. കൂടാതെ റീജിയണൽ എക്സാമിനേഷൻ കമ്മിറ്റിയുടെ ശുപാർശ സെൻട്രൽ ബോർഡ് അംഗീകരിക്കുകയുമായിരുന്നു. U അല്ലെങ്കിൽ UA കാറ്റഗറിയിലേക്ക് മാറ്റാൻ പറ്റാത്ത അത്ര വയലൻസ് സിനിമയിലുണ്ടെന്നായിരുന്നു വിലയിരുത്തൽ. കുടുംബ പ്രേക്ഷകർ ചിത്രം കാണണമെങ്കിൽ കൂടുതൽ സീനുകൾ വെട്ടിമാറ്റണമെന്നാണ് നൽകിയിരിക്കുന്ന നിർദ്ദേശവും. അതേസമയം സിനിമയിലെ വയലൻസ് കൂടുന്നതിൽ മറുപടിയുമായി സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷന്റെ കേരള റീജിയൻ മേധാവി നദീം തുഫൈലും രംഗത്ത് വന്നിട്ടുണ്ട്. സിനിമയിലെ രംഗങ്ങൾ പൂർണ്ണമായും മുറിച്ചു മാറ്റിയതിനെ പറ്റിയുള്ള സെൻസറിംഗ് ഇപ്പോൾ നിലവിലില്ലെന്നും ഉള്ളടക്കത്തിന്റെ അടിസ്ഥാനത്തിൽ വിവിധ കാറ്റഗറികളായി തരംതിരിച്ച് സർട്ടിഫിക്കറ്റ് നൽകുകയാണ് നിലവിലെ രീതിയെന്നും അദ്ദേഹം പറയുന്നു. അതേസമയം സിനിമയിൽ വയലൻസ് കൂടുവെന്നത് യാഥാർത്ഥ്യമാണെന്നും അദ്ദേഹം സമ്മതിക്കുന്നുണ്ട്. കുട്ടികൾ വയലൻസ് കൂടുതലുള്ള സിനിമകൾ കാണാതിരിക്കാൻ ജാഗ്രത പുലർത്തേണ്ടത് മാതാപിതാക്കളാണ്. ഉള്ളടക്കം പരിശോധിച്ച് ഏതൊക്കെ പ്രായത്തിലുള്ളവർ കാണരുതെന്ന് നിഷ്കർഷിച്ചിട്ടാണ് സർട്ടിഫിക്കറ്റ് നൽകുന്നത്. അതിനാൽ കുട്ടികളുമായി സിനിമയ്ക്ക് പോകും മുൻപ് സിനിമയുടെ സർട്ടിഫിക്കറ്റ് ഏതാണെന്ന് അന്വേഷിക്കുന്നത് നല്ലതാണ്. A സർട്ടിഫിക്കറ്റ് ഉള്ള സിനിമ 18 വയസ്സിൽ താഴെയുള്ളവരെ കാണാൻ അനുവദിക്കുന്നതായി പരാതി ലഭിച്ചാൽ തിയേറ്ററിനെതിരെ 10,000 രൂപ വരെ പിഴ ഈടാക്കാൻ നിയമമുണ്ടെന്നും നദീം പറയുന്നു. സമൂഹത്തിൽ നടക്കുന്ന ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ സിനിമകളിലെ വയലൻസ് നിയന്ത്രിക്കാൻ ഫിലിം സർട്ടിഫിക്കേഷൻ ബോർഡ് കർശന നടപടികളാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഉള്ളടക്കം കർശനമായി പരിശോധിക്കണമെന്ന നിർദ്ദേശം നൽകിയിട്ടുമുണ്ട്. അതേസമയം സംസ്ഥാനത്ത് വിദ്യാർത്ഥികൾക്കിടയിലും യുവാക്കൾക്കിടയിലും അക്രമങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ മാർക്കോ സിനിമയ്ക്കെതിരെ ഉയർന്ന വിമർശനങ്ങളോട് പ്രതികരിച്ച് ചിത്രത്തിന്റെ നിർമ്മാതാവും രംഗത്ത് വന്നിട്ടുണ്ട്. മാർക്കോ പോലെ വയലൻസ് നിറഞ്ഞ സിനിമകൾ ഇനി ചെയ്യില്ലെന്നാണ് ഷരീഫ് മുഹമ്മദ് പറയുന്നത്. മാർക്കോ വയലൻസിനെ പ്രോത്സാഹിപ്പിക്കണമെന്ന ഉദ്ദേശത്തോടെ ചെയ്ത സിനിമയല്ലെന്നും പ്രേക്ഷകർ സിനിമയെ സിനിമയായി കാണുമെന്നാണ് കരുതിയതെന്നും അദ്ദേഹം പറയുന്നു. വരാനിരിക്കുന്ന കാട്ടാളൻ എന്ന സിനിമയിലും കുറച്ച് വയലൻസ് സീനുകളുണ്ട്. മാർക്കോയിലെ അതിക്രൂര വയലൻസ് ദൃശ്യങ്ങൾ കഥയുടെ പൂർണ്ണതയ്ക്ക് വേണ്ടിയാണ് ഒരുക്കിയത്. അതൊരു സിനിമാറ്റിക് അനുഭവമായി കാണാൻ ശ്രമിക്കണമെന്നും മാർക്കോയിലെ ഗർഭിണിയുടെ സീൻ സിനിമയ്ക്ക് ആവശ്യമുള്ളതായിരുന്നുവെന്നും അദ്ദേഹം പറയുന്നു. ഏറ്റവും വയലൻസ് ഉള്ള സിനിമ എന്ന പരസ്യം കൊടുത്തത് കള്ളം പറയാതിരിക്കാനാണ്. മാർക്കോ 18+ സർട്ടിഫിക്കറ്റ് ഉള്ളൊരു സിനിമയാണെന്നും അത് കാണാൻ കുട്ടികൾ ഒരിക്കലും തിയേറ്ററിൽ കയറരുതായിരുന്നുവെന്നും അദ്ദേഹം പറയുന്നു. അതേസമയം കഴിഞ്ഞ വർഷത്തെ മലയാളം സിനിമയിൽ നിന്നുള്ള ഏറ്റവും വലിയ വിജയങ്ങളിൽ ഒന്നായിരുന്നു മാർക്കോ. മലയാളത്തിലെ ഏറ്റവും മോസ്റ്റ് വയലന്റ് ചിത്രം എന്ന വിശേഷണത്തോടെ എത്തിയ ചിത്രം ബോക്സ് ഓഫീസിൽ വൻ വിജയമാണ് നേടിയത്. ഹനീഫ് അദേനി സംവിധാനം ചെയ്ത ചിത്രത്തിൽ ടൈറ്റിൽ റോളിൽ എത്തിയത് ഉണ്ണി മുകുന്ദനാണ്. മലയാളികൾക്കൊപ്പം മറുഭാഷാ പ്രേക്ഷകരും ചിത്രം ഏറ്റെടുത്തിരുന്നു. ചിത്രത്തിന്റെ ഹിന്ദി പതിപ്പും മികച്ച കളക്ഷനാണ് നേടിയത്. കൂടാതെ OTTയിലും ചിത്രം ശ്രദ്ധ നേടി. ഉണ്ണി മുകുന്ദന്റെ കരിയറിലെ ഏറ്റവും വലിയ സാമ്പത്തിക വിജയവുമാണ് ബോക്സ് ഓഫീസിൽ 100 കോടി ക്ലബിൽ ഇടം പിടിച്ച മാർക്കോ. അതേസമയം കേരളത്തിൽ യുവാക്കൾ പ്രതികളാകുന്ന ക്രിമിനൽ കേസുകളുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ സിനിമകളെ ചെലുത്തുന്ന സ്വാധീനവും ചർച്ചയായിരുന്നു. ഇത്തരം ചർച്ചകളിൽ ഏറ്റവും എടുത്ത് പറയപ്പെട്ടിരുന്ന ചിത്രങ്ങളിൽ ഒന്നായിരുന്നു മാർക്കോ. ചിത്രം തിയേറ്ററുകളിൽ പ്രദർശിപ്പിച്ച സമയത്തും വയലൻസ് രംഗങ്ങളെ വിമർശിച്ചവർ നിരവധിയാണ്.